കാക്കോ, നിങ്ങൾ ഇവിടെ അങ്ങനെ മുടിയും ജീവി നിന്നോ? ഓല് കണ്ടോ മാസം ട്രിപ്പും പോവും, അടിച്ചുപൊളി ജീവിതം. എന്തൊരു ഗതികേടേ. അളിയാ, നിങ്ങളെ രണ്ടാളെയും കൊണ്ടേ എനിക്കൊരു തൊയ്രല്ല. ഒരുത്തിയാണെങ്കിൽ ഇവിടെ സമാധാനം തരുന്നില്ല. അല്ല, നിങ്ങൾ ഈ മാസം ട്രിപ്പ് പോകാൻ നിങ്ങൾക്ക് ഇത് എവിടെ പൈസ? ആരുടെ പൈസ? നിന്റെ പൈസ ഒക്കെ ഒന്നല്ല, ഓള് പൈസ ഉണ്ടാക്കണു എന്നെ കൊണ്ട്. കാക്കോ, നിങ്ങൾ ഇവിടെ അങ്ങനെ മുടിയും ജീവി നിന്നോ? ഓല് കണ്ടോ മാസം ട്രിപ്പും പോവും, അടിച്ചുപൊളി ജീവിതം. എന്തൊരു ഗതികേടേ. അളിയാ, നിങ്ങളെ രണ്ടാളെയും കൊണ്ടേ എനിക്കൊരു തൊയ്രല്ല. ഒരുത്തിയാണെങ്കിൽ ഇവിടെ സമാധാനം തരുന്നില്ല. അല്ല, നിങ്ങൾ ഈ മാസം ട്രിപ്പ് പോകാൻ നിങ്ങൾക്ക് ഇത് എവിടെ പൈസ? ആരുടെ പൈസ? നിന്റെ പൈസ ഒക്കെ ഒന്നല്ല, ഓള് പൈസ ഉണ്ടാക്കണു എന്നെ കൊണ്ടുപോകണു. താത്താന്റെ പൈസക്ക് അതെങ്ങനെ? അതെ, അവള് വീട്ടിലിരുന്ന് ഓൺലൈനിലായിട്ട് ഫോർ എവർ ലിവിംഗ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ മന്ത്ലി നല്ലൊരു പൈസ ഉണ്ടാക്കിയിട്ട്. അത് മാത്രമല്ല, നമ്മൾ നല്ല രീതിക്ക് ജോലി ചെയ്യണമെങ്കിലേ മന്ത്ലി നല്ലൊരു ഇൻകവും കാർ പ്ലാൻ അച്ചീവും ഷെയർമാൻ ബോണസും ഉണ്ട്. അല്ലളിയാ, ഈ കമ്പനിക്ക് വിശ്വസിക്കാൻ പറ്റും ഇന്നത്തെ കാലത്ത്? 100% വിശ്വസിക്കുക. കാരണം 170 രാജ്യമായിട്ട് വ്യാപിച്ച് 47 വർഷമായിട്ട് വിജയകരമായിട്ട് പോകുന്ന ഈ സെട്ടണതൊക്കെ ഓക്കെ. നിങ്ങൾ ഈ മാസം ടൂറൊക്കെ പോണത് എങ്ങോട്ടാ? എടാ, അതൊക്കെ ഇതിൽ പെട്ടാണ്. 2 ഇന്റർനാഷണൽ ട്രിപ്പും 3 നാഷണൽ ട്രിപ്പും അത് ഫ്രീ ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ അതാണല്ലേ കാര്യം. അതെ, ഇവിടെ ഇങ്ങനെ പാത്രം കഴുകി കിടന്നോ? അവിടെ പൈസ ഉണ്ടാക്കണത് അളിയനല്ല, ഇത്താത്ത അവിടെ പൈസ ഉണ്ടാക്കി ഒരു കറങ്ങാൻ അടിച്ചു കൊടുക്കണം. ഞാൻ നല്ല കാലം ഇനി തന്നെ ഉള്ളൂ. എന്തെങ്കിലും അങ്ങനത്തെ പണി എന്തെങ്കിലും നോക്കും. അപ്പൊ നിങ്ങൾക്കും വീട്ടിലിരുന്നു കൊണ്ട് ഇതുപോലെ മന്ത്ലി നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കുക, നിങ്ങൾ ട്രിപ്പുകൾ അടിച്ചു പൊളിക്കുക. അതിന്റെ കൂടുതൽ വിവരങ്ങൾക്ക് ഇവരെ നമ്പറും ഡീറ്റെയിൽസും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ കൊണ്ടാകും. ഹലോ ദിൽഷാക്ക, പിന്നെ എൻ്റെ ഒരു കസിൻ എന്നോട് കഴിഞ്ഞ മാസം റീചാർജ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ കഴിഞ്ഞ മാസം റീചാർജ് ചെയ്ത് കൊടുത്ത്. അപ്പോൾ ഈ മാസം റീചാർജ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യുക? അതിൽ ഭയങ്കര പാവപ്പെട്ടോലെ ഡിവോഴ്സും ആണ്. ഞാൻ ചോദിച്ചപ്പോൾ തിരക്കില്ലായിരുന്നു. പിന്നെ അതല്ല, റീചാർജ് ഇപ്പോൾ ഈ മാസം ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, പാവപ്പെട്ടവരല്ല. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, അവർക്ക് ഇനി മുന്നോട്ട് ജീവിക്കാൻ അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടാവും. അപ്പോൾ അവർക്ക് വല്ല ജോലി നോക്കിക്കൂടെ? അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഏൺ വിത്ത് ഹർഷീന എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലാണ്, ഏൺ വിത്ത് ഹർഷീന. കാരണം അവര് പിന്നെ വീട്ടിലിരുന്നു കൊണ്ട് സമ്പാദിക്കാൻ പറ്റും. നമ്മൾ അത്യാവശ്യം സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കാൻ അറിഞ്ഞാൽ മതി, ഫോണിലൊക്കെ ഉപയോഗിക്കാൻ. പിന്നെ 18 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും ഇത് ചെയ്യാം. അത്യാവശ്യം പൈസ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ 7 ദിവസം ട്രെയിനിങ് അവർ തരുന്നുണ്ട്. ആ ട്രെയിനിങ്ങിൽ നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ചേർന്നാൽ മതി. ഭയങ്കര സിമ്പിൾ കാര്യമാണ്. അപ്പോൾ എന്നാൽ അവരോട് അത് നോക്കാൻ പറഞ്ഞൂടെ? അതാകുമ്പോൾ അത്യാവശ്യം പൈസയും കിട്ടും, വീട്ടിൽ നിന്ന് എടുക്കും, ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല. ഞാൻ വന്നിട്ട് അവരെ വാട്സപ്പ് നമ്പർ താഴെ നമ്പർ കൊടുക്കാം, അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. ആ നമ്പറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പറഞ്ഞാൽ മതി. അപ്പൊ എല്ലാവർക്കും വീട്ടിലിരുന്നുകൊണ്ട് സമ്പാദിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ. അപ്പൊ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, ഏൺ വിത്ത് ഹർഷീന. എനിക്കൊരു ലാപ്ടോപ്പ് വാങ്ങി തരുമോ? ഇപ്പൊ എന്റെ അടുത്ത് അതിന്റെ ക്യാഷ് ഇല്ല, ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചു തരാം. മോളോ, അനക്ക് ലാപ്ടോപ്പ് ഞാൻ വാങ്ങിത്തരാം. ഉമ്മാക്ക് എവിടുന്ന ക്യാഷ് അതിന്? നിങ്ങളിപ്പോ എന്തൊക്കെ എഴുതി ഞാൻ ഫോണിലും കളിച്ചിങ്ങനെ ഇരിക്കണെന്നോ? എന്നാ അങ്ങനെയല്ല കേട്ടോ, ഞാനേ വർക്ക് ഫ്രം ഹോം ചെയ്യാണ്. അപ്പൊ അതിന് ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ടേ? ഇതിന് ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട, മാത്രല്ല ഇൻവെസ്റ്റ്മെന്റും വേണ്ട. നമ്മുടെ ഒഴിവ് സമയത്തിനനുസരിച്ച് 2-3 മണിക്കൂർ വർക്ക് ചെയ്താൽ മതി. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ സമ്പാദിക്കാൻ പറ്റും. ഒരു മൊബൈൽ ഫോണും പിന്നെ അത്യാവശ്യം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാനും അറിഞ്ഞാൽ മതി. അപ്പൊ ഇതിനെങ്ങനെ വർക്ക് ചെയ്യണേ? ആദ്യത്തെ ഒരാഴ്ച ഒരു ഫ്രീ ട്രെയിനിങ് തരും. അതിനുശേഷം നമുക്ക് പറ്റുകയാണെങ്കിൽ മാത്രം ജോലി ചെയ്താൽ മതി. ഹൗസ് വൈഫിന് മാത്രമല്ല കേട്ടോ, സ്റ്റുഡൻസിനും അതുപോലെ മറ്റു ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഇതിൽ പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ടും ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. മാത്രമല്ല, ഞാൻ അക്കൗണ്ട് ഇൻഫ്ലുവൻസർമാർ, ഇവരെയൊക്കെ എങ്ങനെയാണേ നമുക്ക് ഇൻഫ്ലുവൻസർമാരെന്ന് വിളിക്കാൻ പറ്റുകയാണെങ്കിൽ മനസ്സിലാവുള്ളൂ. കുറേ ഫോളോവേഴ്സും അല്ലെങ്കിൽ കുറേ സബ്സ്ക്രൈബേഴ്സും ഉണ്ടെങ്കിൽ മാത്രം എല്ലാവരും ഇൻഫ്ലുവൻസർമാരാവില്ല. കാര്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ജെനുവിനായിട്ടുള്ള ഒരു വാല്യൂ തന്നെ അങ്ങനെയാണെങ്കിലാണ് ഇൻഫ്ലുവൻസർമാരെന്ന് പറയുള്ളൂ. അപ്പം ഞാനൊന്ന് ഇൻഫ്ലുവൻസറായിട്ട് പറയൂല. കാര്യം ഞാൻ എന്തെങ്കിലും ഒരു ഭയങ്കര രീതിക്കുള്ള ഒരു വാല്യൂവോ അല്ലെങ്കിൽ ക്വാളിറ്റി കണ്ടന്റുകളോ ഒന്നും ഞാൻ ആർക്കും കൊടുക്കേണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം ഞാൻ ബാക്കിയുള്ളവർ കുറ്റം പറയുന്ന ഒരാളായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലാണ്ട് ഞാൻ എന്നെ അങ്ങനത്തെ രീതിക്കൊന്നും ഒരു ഇൻഫ്ലുവൻസർ ആയിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അതെന്തായാലും ആ സൈഡിൽ നിൽക്കട്ടെ. പക്ഷേ എന്നാലും ഞാൻ കാരണം ഒരാളുടെ കാശ് പോകുന്നതിനെ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. അത് എൻ്റെ ക്വാളിറ്റിയാണത്. അത് ഞാൻ എൻ്റെ ക്വാളിറ്റി എന്ന് തന്നെ പറയാനാ. കാര്യം ഞാൻ കാരണം ഒരിക്കലും വേറൊരാളുടെ കാശ് കളയുന്നതിന് ഞാൻ കൂട്ടി നിൽക്കില്ല. അത് എൻ്റെ ഒരു സ്റ്റാൻഡാണത്. അപ്പം അങ്ങനത്തെ സ്റ്റാൻഡ് പോലും ഇല്ലാത്ത കുറേ ഊളത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്ന കുറേ ഇൻഫ്ലുവൻസർമാരെയാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല.
അപ്പോൾ ഇവരുടെയൊക്കെ പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ ഇൻസ്റ്റാഗ്രാമിനകത്ത് കുറേ അക്കൗണ്ടുകളും കാര്യങ്ങളൊക്കെ പൂട്ടിപ്പോകാനായിട്ടുള്ള കാരണം എന്താണ്? ആൾക്കാരുടെ കാശ് പോകുന്ന രീതിക്കുള്ള കാര്യങ്ങളാണ് ഇവരൊക്കെ കിടന്ന് കാണിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെയൊക്കെ അക്കൗണ്ടുകൾ പൂട്ടിപ്പോയത്. അപ്പോൾ ഇപ്പം ഇതേപോലത്തെ കുറേ സംഭവങ്ങൾ കണ്ടല്ല, ഈ ഷെയർ മാർക്കറ്റിങ് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിംഗ് കൂടെ മണി ചെയിന് അതേപോലത്തെ കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്ത് അപ്പോൾ ഇതേപോലുള്ള കുറേ അക്കൗണ്ടുകളൊക്കെ തരും. ആ അക്കൗണ്ടിനകത്ത് കയറി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഇട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലോ. പ്രൊമോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്തൊക്കെ എത്ര പേരെ കാശ് പോകുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര പേരെ ഇത് കാരണം ആത്മഹത്യ ചെയ്യുന്നുണ്ട്, അതൊന്നും ഇവർ നോക്കാറില്ല. ഇവർ ജസ്റ്റ് വന്നിട്ട് അങ്ങ് പ്രൊമോട്ട് ചെയ്തിട്ട് അങ്ങ് പോകും. കാര്യം പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ നല്ല പരിപാടിയാണല്ലോ. ചുമ്മാ ഒരു വീഡിയോ എടുത്ത് കുറച്ച് നേരം ഞാൻ ഈ ഫോൺ ഉപയോഗിച്ചു, നല്ല സൂപ്പർ ഫോണാണ്, പക്ഷെ ഈ ഫോൺ പൊട്ടിത്തെറിച്ച് എത്ര പേര് മരിച്ചിട്ടുണ്ടെന്നൊന്നും ഞാൻ പറയില്ല. ഞാൻ ജസ്റ്റ് ഇതിനെ അങ്ങ് പ്രൊമോട്ട് ചെയ്തിട്ട് അങ്ങ് വിടും. പ്രൊമോട്ട് ചെയ്തിട്ട് വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇതിന്റെ വരും വരായികളെല്ലാം അനുഭവിക്കുന്നത് ആരാ? ഇത് കണ്ടിട്ട് ഇവരെ വിശ്വസിച്ച് ഇത് കണ്ടിട്ട് ഇത് ചിലപ്പോൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തതോ അല്ലെങ്കിൽ ഇപ്പം ഇതേപോലെ ഇവർക്കൊക്കെ മെസ്സേജ് അയച്ചിട്ടോ ആൾക്കാരൊക്കെയാണ്, അവരുടെ കാശാണ് പോകുന്നത്, അവരാണ് കടക്കെണിയിലേക്ക് പോകുന്നത്. ഇതൊന്നും ഈ പറഞ്ഞ ഇൻഫ്ലുവൻസർമാര്, സോ കോൾഡ് ഇൻഫ്ലുവൻസർമാര് ഇതൊന്നും നോക്കൂല. ഇവർക്ക് ഇവരുടെ കാശ് കിട്ടി, ഇവര് പ്രൊമോഷൻ ചെയ്തപ്പോഴത്തേക്ക് ഇവർക്ക് ഒരു കാശ് കിട്ടി, ഇവർ പൊടി തട്ടി ഇവർ പോയി. പിന്നെ ഇവർ ഈ വഴിക്കേ തിരിഞ്ഞു പോകില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ് എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ ചെയ്യുകയാണ്. അപ്പൊ നമുക്കൊരു പ്രൊമോഷൻ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ പ്രൊമോഷനാണ്, അതായത് കാശ് മേടിച്ചിട്ടാണ് ഇവൻ ഈ പണി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഈ പണി ചെയ്യുന്നത് കാശ് മേടിച്ചിട്ടാണ്. അപ്പൊ കാശ് മേടിച്ചിട്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഒരിക്കലും 100% വിശ്വസിക്കാൻ പാടില്ല എന്നേ ഞാൻ പറയുള്ളൂ. ചിലപ്പോൾ ജെന്യുവിനായിട്ട് ചെയ്യുന്ന പല നല്ല കാര്യങ്ങളും പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പ്രൊമോഷനായിട്ട് തന്നെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇതേപോലുള്ള ഉഡായിപ്പ് ആപ്പുകളൊക്കെ, ഉഡായിപ്പ് സംഭവങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് മനസ്സിലാക്കാനായിട്ടുള്ള ബോധം കാണുന്നവർക്ക് വേണം. അല്ലാണ്ട് ഈ പ്രൊമോഷൻ ഒന്നും ഇവറ്റകൾ നിർത്തുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കര കർശനമായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ വന്നാലായിരിക്കും പ്രൊമോഷൻ നിർത്തുള്ളൂ. അല്ലാണ്ട് നിങ്ങളൊന്നും പ്രൊമോഷൻ നിർത്താൻ പാടില്ല. പക്ഷേ ഇത് കാണുന്നവർക്കാണ് ബോധം വേണ്ടത്. കാണുന്നവർ ചിന്തിക്കണം, ഇതിനകത്ത് കാശ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ കാശാ പോവുള്ളൂ, അപ്പോൾ ഞാൻ എന്തിനീ കണ്ടവന് വേണ്ടിയിട്ട് എൻ്റെ കാശ് കളയുന്നത് എന്നൊന്ന് ചിന്തിക്കണം. ചിലപ്പോൾ നിങ്ങൾ ആദ്യം ഒരു 1000 രൂപ ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ 2000 രൂപ ഇട്ട് തിരിച്ച് കിട്ടിയേക്കാം. പക്ഷേ ഇത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾ ചിന്തിക്കരുത്, ഇപ്പോൾ 2000 രൂപ നിങ്ങൾ ആദ്യം ഒരു 1000 രൂപ 2000 രൂപ കിട്ടിയെന്നിരിക്കട്ടെ, 2000 രൂപ കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് പോകണം. അല്ലാണ്ട് പിന്നെ അവിടെ 10000 ഇട്ട്, പിന്നെ അവിടെ 50000 ഇട്ട്, 1 ലക്ഷമൊക്കെ ഇട്ടൊക്കെ വരുമ്പോഴത്തേക്കും കയ്യിലുള്ള കാശ് മൊത്തം പോയി, വീടും പൂട്ടി എല്ലാം കയ്യിൽ നിന്ന് പോയി കിട്ടും. അപ്പോൾ അതൊന്നും മനസ്സിലാക്കിയിട്ട് വേണം ഈ പരിപാടിക്കൊക്കെ നിൽക്കാൻ എന്നാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? എനിക്ക് ഇത്രയൊക്കെ ഉണ്ട് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇതേപോലെ ഉഡായിപ്പ് ആപ്പുകൾ, ഇപ്പോൾ ഈ ബെറ്റിങ് അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ, മണി ചെയിൻ, അതേപോലെ റമ്മി, ഇതേപോലെയുള്ള കാശ് പോകുന്ന ഇടപാടിനകത്ത് വെറുതെ കാശ് ഇട്ടിട്ട് കാശ് കളയാണ്ടിരിക്കുക എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളൂ. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വീഡിയോ റെക്കമെൻഡ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നൊരു